LDF സർക്കാർ കേരളത്തെ കട്ടുമുടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കുന്നംകുളത്തെ UDF സ്ഥാനാർത്ഥി PT അജയ് മോഹൻ കുന്നംകുളം നിയോജക മണ്ഡലത്തിലെ എരുമപ്പെട്ടിയിൽ പ്രചരണം ആരംഭിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സർവ്വമേഖലയിലും സംസ്ഥാനത്ത് അഴിമതിയാണ്. അയ്യപ്പന്റെ വരെ സ്വർണം കട്ടു. കാർഷിക സഹകരണ മേഖലയിലെ മാന്യം ഉൾപ്പെടെ ജനം എല്ലാം മനസ്സിലുറപ്പിച്ചാണ് വോട്ട് ചെയ്യുക, അജയ് മോഹൻ പറഞ്ഞു. കുന്നംകുളം ഉറപ്പായും തിരിച്ചുപിടിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ 10 വർഷമായി കേരളത്തെ കട്ടുമുടിക്കുക മാത്രമല്ല, കേരളത്തെ പിറകോട്ട് വലിച്ച് കടക്കണയിൽ എത്തിച്ച നമ്മുടെ പിണറായി വിജയൻ സർക്കാരിനെതിരെയുള്ള ഒരു ജനവിധി. അതുപോലെ തന്നെ ശബരിമല വിശ്വാസികൾക്ക് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത രൂപത്തിൽ കവർച്ചയും നടത്തി. സഹകരണ സ്ഥാപനങ്ങൾക്ക് അവരുടെ കടക്കൽ കത്തിവെച്ച ഒരു ഗവൺമെന്റ്. ഈ ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ UDFന്റെ ഒരു പുതുയുഗ പിറവിക്ക് വേണ്ടി ഒരു പുതിയ UDF, ടീം UDF അതായിരിക്കും കേരളത്തിൽ ഈ വരുന്ന ഏപ്രിൽ 9 തീയതിക്ക് ശേഷം വരാൻ പോകുന്നത്. ഏതായാലും ഈ കുന്നംകുളത്തെ ജനം ഇത്തവണ UDFനെ കൈവിടില്ല എന്നുള്ളൊരു ഉറപ്പ് എനിക്ക് ഓരോരുത്തരുടെ മുഖഭാവത്തു നിന്നും ഓരോരുത്തരെ സമീപിക്കുമ്പോഴും തരുന്നുണ്ട്. അത് തന്നെയാണ് എന്റെയും എൻ്റെ പാർട്ടിയുടെയും UDFന്റെയും ഊർജം. അതുകൊണ്ട് ഞങ്ങൾക്കൊരു സംശയമില്ല, ഈ തെരഞ്ഞെടുപ്പ് ഐക്യ ജനാധിപത്യ മുന്നണി വിജയിക്കാൻ പോകുന്നത്. എരുമപ്പെട്ടി പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങൾ, ദേവാലയങ്ങൾ എന്നിവിടങ്ങളിലാണ് ആദ്യഘട്ട പര്യടനം നടത്തിയത്. എരുമപ്പെട്ടി പതിയാരം സെന്റ് ജോസഫ് ദേവാലയത്തിൽ നടത്തിയ പര്യടനത്തിൽ പള്ളി വികാരി ഫാദർ ജോയ് ചിറ്റിലപ്പള്ളിയോട് വോട്ട് അഭ്യർത്ഥിച്ചു. KPCC അംഗം ജോസഫ് ചാലിശ്ശേരി മാസ്റ്റർ, ബ്ലോക്ക് പ്രസിഡന്റുമാരായ സുരേഷ് മാമ്പറമ്പിൽ, അഡ്വക്കേറ്റ് CB രാജീവ്, UDF നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ്, TK ദേവസി, PS സുനീഷ്, ബിജോയ് ബാബു, NK കബീർ, സെഫീന അസീസ് എന്നിവർ സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു.